സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ കോളേജിലുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു നോർമൽ ഡേ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ക്ലാസ്. പക്ഷേ അന്ന് പോയപ്പോഴാണ് ഞാനും അറിയുന്നത് അന്ന് നമുക്ക് നോർമൽ ക്ലാസ് ഇല്ല, പകരം ഒരു മോട്ടിവേഷണൽ ക്ലാസ് ആണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ഓഡിറ്റോറിയത്തിൽ പോയി ഇരുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളുടെയൊക്കെ ക്ലിപ്സാണ് കേട്ടോ ഇത്. അന്ന് ഫുൾ ഡേ ആ ഒരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അറൗണ്ട് ഒരു 4:30 4:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ക്ലാസ് വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ആ ഒരു ബാഗ് എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ സ്ഥാനം എപ്പോഴും ഈ സ്റ്റഡി ടേബിളിൽ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ക്ലാസ് കഴിഞ്ഞ് എവിടെയാണോ അത് നിക്ഷേപിക്കാൻ തോന്നുന്നത് അവിടെ അങ്ങ് കൊണ്ടിടലാണ് എപ്പോഴും പതിവ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഫോൺ ചാർജിലിടുക എന്നുള്ളത്. കാരണം മിക്ക ദിവസങ്ങളിലും ഞാൻ കോളേജിൽ നിന്ന് വരുന്ന ടൈമിൽ ചാർജ് ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ ഞാനത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇടാറുണ്ട്. അതിനുശേഷം എന്തെങ്കിലും കഴിച്ച് കുളിച്ച് ഫ്രഷായി ഒക്കെ വന്നതിന് ശേഷം വിളക്ക് വെച്ച് നാമം ചൊല്ലുക പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ സ്റ്റഡി വ്ളോഗിൽ അല്ലെങ്കിൽ സ്റ്റഡി പാർട്ടിലോട്ട് കടക്കാൻ പോവാണ്. എനിക്കങ്ങനെ വലിയ ചിട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഡെയിലി കുത്തിയിരുന്ന് പഠിക്കുന്ന ആളുമല്ല. പക്ഷേ ഡെയിലി എന്തെങ്കിലും വർക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്നെന്നുള്ളത് അന്നു തന്നെ ചെയ്ത് കറക്റ്റാക്കിയിട്ട് വയ്ക്കും. പക്ഷേ പഠിക്കുക എന്നുള്ളതൊക്കെ തോന്നുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് AI എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ സെം 2 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഡെയിലി പഠിച്ച് പോവുക നോക്കി പോവുക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പക്ഷേ എക്സാമൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു ഹാബിറ്റ് ഒരു 2 വീക്സ് മുന്നേയൊക്കെ തന്നെ ചെയ്ത് നോക്കലുണ്ട്, ചെയ്ത് തുടങ്ങാറുണ്ട് കേട്ടോ. പിന്നെ ടാബിൽ വലിയ കാര്യത്തിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ടു ഡു ലിസ്റ്റ് പോലെ ചെയ്യത്തില്ലേ, ഓരോ ടോപ്പിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ട്രൈക്ക് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ടാബ് യൂസ് ചെയ്യുന്നത്. കാരണം ഫോൺ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. പഠിക്കുക എന്നുള്ളതിലും ഉപരി ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി അങ്ങനെ അങ്ങ് ടൈം പോകുന്നത് അറിയില്ല. സോ അതിലും കുറച്ചുകൂടെ ബെറ്ററാണ് ടാബ് യൂസ് ചെയ്യുമ്പോൾ എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് അതെടുക്കുന്നത് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് സ്റ്റഡി സെഷൻസ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.